ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈ 70 വ്ളോഗ്സ് ആൻഡ് ഫാമിലി. അപ്പം നമ്മളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എടുത്ത കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിതാ തിരിച്ച് പോവുകയാണ്. ഈ തവണ ഇച്ചി പോകുമ്പോൾ ഞങ്ങളിതാ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞു കേട്ടോ. 5 മാസം ആവാറായി. നമ്മൾ സെപ്റ്റംബറിൽ വന്നതല്ലേ. അപ്പോൾ അന്ന് പോരുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിരുന്നു കേട്ടോ, ഇച്ചി വരുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഇനി തിരിച്ചു പോകുന്നതെന്ന്. ദാ നമ്മൾ നോർത്ത് പറവൂര് കഴിഞ്ഞ തവണ നമ്മൾ വന്ന ഷോപ്പിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ പാത്രങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ നമ്പർ 1ൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഉപ്പിടാനായിട്ടൊരു ഭരണി, പിന്നെ ദോശക്കല്ല്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ടൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. നമ്മളിതാ തിരിച്ചു വന്നു. ഇനി ഇതാ പാക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല പണിയുണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സൊക്കെ ഏതൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, അല്ലാത്തതൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ വാവയുടെ ടോയ്സ് ഫുള്ള് ഇവിടെ ഇട്ടിട്ട് പോയാൽ അതെല്ലാം ചീത്തയായി പോവില്ലേ. അപ്പോൾ അത് ഫുള്ള് കഴുകി ഞാൻ പാക്ക് ചെയ്ത് ബർത്തിൻ്റെ മുകളിൽ കയറ്റിയിട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ട് പോയത്. അപ്പോൾ അത് ഭദ്രമായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമ്മളുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ദാ ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. ആ ഒരു മൂഡൊന്നും ആയിരുന്നില്ല. ദാ എയർപോർട്ട് എത്താറായി. ഇതുവരെ വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തൊട്ട് നോക്കണം കേട്ടോ. അത്രയും സൈലൻ്റ് ആയിട്ടായിരുന്നു ഞങ്ങളത് അവിടെ എത്തിയത്. സാധാ ഞങ്ങൾ വണ്ടി കയറിയാൽ ഞാനും മമ്മിയാണെങ്കിൽ ചറപറാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ദാ ഇവിടെ വരെ നല്ല സൈലൻ്റ് ആയിട്ടിരിക്കുക കേട്ടോ. എന്നോട് അധികം ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ പോകുന്നതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വാവ് പോകുന്നതിലാണ്. അപ്പോൾ അതാട്ടോ എല്ലാവർക്കും ഒരു സങ്കടം. മോനെ കാണാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ അത്യാവശ്യം ഒരു വലിയ ഫാമിലിയാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വന്നേക്കുന്ന ഒരു കുട്ടിയാണ് അവൻ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ പോകുന്നതിൽ എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. ഞങ്ങൾ പിന്നെ സ്ഥിരമായിട്ട് നിൽക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്. കുറച്ച് ദിവസത്തേക്കാണ്. ഞങ്ങളിതാ പോയി ഇപ്പം തന്നെ തിരിച്ച് വരും കേട്ടോ. വേഗം ദിവസങ്ങൾ പോവും. പിന്നെ ദാ നമ്മൾ എയർപോർട്ടിൽ എത്താറായി ട്ടോ. പിന്നെ എനിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടെ ഒരുപാട് ദിവസം ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അല്ലാതെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇച്ചയുടെ കൂടെയല്ലേ പോകുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇച്ചയുടെ കൂടെ നിൽക്കാനാണ്. അപ്പോൾ അതിൻ്റേതായൊരിത്. പിന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഒരു സങ്കടം വന്ന പോലെയായിരുന്നു. കാരണം മമ്മീനെയും അമ്മനെയും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു നല്ല വിഷമമായി ട്ടോ ആ ഒരു ടൈമിൽ. പിന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇച്ചിക്ക് വിഷമമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ആൾക്ക് എല്ലാവരുടെയും കൂടെ നിന്നിട്ട് പെട്ടെന്ന് ഇനി ഒരു 1 ഇയറൊക്കെ കഴിയണമല്ലോ വീട്ടിൽ വരാനായിട്ട്. അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചല്ലേ പോകുന്നത്. എല്ലാ തവണ ഇച്ചി ഇറങ്ങാൻ നേരത്ത് കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഇറങ്ങാറ്. അപ്പോൾ കഴിഞ്ഞ തവണ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ഇനി പോകുമ്പോൾ ഞങ്ങളും കൂടെ വരാമെന്ന്. അതുകൊണ്ട് അന്നേ തുടങ്ങി ചെറിയൊരു പ്ലാനിങ് ഒക്കെയോട് കൂടിയാട്ടോ ഞങ്ങളിതാ ഈ തവണ ഒരുമിച്ച് പോകാൻ പറ്റിയത്. ആ ഒരു ടൈമിലുള്ള വിഷമവും കാര്യങ്ങളും ഒക്കെ പ്രവാസികളായിട്ടുള്ള ഭാര്യമാർക്കും അല്ലാതെ ഇങ്ങനെ വിഷമം അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെ ആയിരിക്കും നമുക്ക്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഈ തവണ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് എത്തി ട്ടോ. നമുക്ക് വെളുപ്പിന് 3:45 കേട്ടോ ഫ്ലൈറ്റിൻ്റെ ടൈം. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 12:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിതാ എയർപോർട്ടിലെത്തി. ഈ തവണ കൊണ്ടുവന്നാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. പിന്നെ എൻ്റെ അമ്മ, പിന്നെ അനിയന്മാരും പാപ്പനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ വലിയ വിഷമമൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ജോളിയായിട്ട് നിൽക്കുകയല്ലേ. മമ്മിയും അമ്മയായിട്ടോ കൂടുതലും. ബാക്കി ആരും അങ്ങനെ പ്രകടിപ്പിക്കുകയൊന്നുമില്ല. എനിക്കും അവരിങ്ങനെ കരഞ്ഞൊക്കെ കാണുമ്പോൾ അറിയാതെ എനിക്ക് ഭയങ്കര വിഷമം വരും കേട്ടോ. അപ്പോൾ മോൻ നല്ല ഉറക്കമാണ്. ദാ നമ്മൾ പെട്ടിയൊക്കെ ഇറക്കി വെച്ചു. നമ്മൾ 2 വണ്ടിക്കാണ് പോകുന്നത്. അപ്പോൾ ഇച്ചി അനിയന്മാരും കൂടി ഒരു വണ്ടിയിൽ, ഞങ്ങളിതാ ഇത്രയും പേര് ഈ ഒരു വണ്ടിയിൽ, അങ്ങനെയാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ദാ ലഗേജൊക്കെ നമ്മൾ ഇറക്കി. ഇനി നമ്മൾ പോകുന്ന ആ ഒരു ഡേ നല്ല തിരക്കായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. എന്താണെന്നറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിൽക്കാൻ നിന്നില്ല. ഇച്ചിക്ക് അങ്ങനെ യാത്ര പറയാനും ഒക്കെ വിഷമമുള്ള കൂട്ടത്തിലുള്ള ഒരാളാട്ടോ. ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും പുറത്തധികം ഒന്നും കാണിക്കില്ല. അപ്പോൾ ഞങ്ങളധികം യാത്ര പറച്ചിലും കാര്യങ്ങൾക്കൊന്നും നിന്നില്ല. ഞങ്ങളിതാ കയറുകയാണ്. എനിക്ക് ഈ ഒരു ടൈമിലാട്ടോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത്. അത് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പോവുകയാണെങ്കിലും പെട്ടെന്ന് അവരോട് ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ കയറാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളിതാ ഉള്ളിൽ കയറി. ഇനി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇത്തവണ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കൂടെ ആളുണ്ടല്ലോ. കഴിഞ്ഞ തവണ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതെല്ലാം ചെയ്തത്. അപ്പോൾ കുറച്ച് ടാസ്ക്കായിരുന്നു കേട്ടോ.
നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ദാ ലഗേജൊക്കെ കയറ്റിട്ടോ. അപ്പോൾ ഈ തവണ തുടങ്ങി വാവയ്ക്കും ടിക്കറ്റ് എടുക്കണം. 2 വയസ്സ് കഴിഞ്ഞാൽ ബേബീസിനൊക്കെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ഇനി എമിഗ്രേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്കങ്ങനെ ഞാൻ വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ നിന്നില്ല കേട്ടോ. ഇവിടെ നമ്മൾ വീഡിയോസ് എടുക്കാൻ പാടില്ല. ആ ഒരു ടൈം ആയപ്പോഴേക്കും ദാ ആൾ എണീറ്റിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ഗേറ്റിലേക്കാണ് പോകുന്നത്. ഗേറ്റ് നമ്പർ 3 ആയിരുന്നു ഞങ്ങൾക്ക്. കഴിഞ്ഞ തവണ കുറച്ച് ബുദ്ധിമുട്ടിയാട്ടോ ഈ ഒരു ഏരിയയിൽ കൂടെ ഞാൻ നടന്നത്. അപ്പോൾ എന്നെ ഇവിടുത്തെ വണ്ടിയിൽ കയറ്റി നമ്മളെ ഗേറ്റ് നമ്പറിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. കാരണം വാവ ഉറങ്ങിയിട്ട് എനിക്ക് അവനെ എടുക്കണം, ഈ ലഗേജും പിടിക്കണം. അപ്പോൾ അങ്ങനെ എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ദാ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ എനിക്കൊന്നും അറിയേണ്ടി വന്നില്ല കേട്ടോ. ഇച്ചയുള്ളതുകൊണ്ട് നല്ല സുഖമായിട്ടിരുന്നു. അപ്പോൾ ദാ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഉറക്കാൻ നോക്കിയെങ്കിലും ഉറങ്ങാൻ വലിയ താല്പര്യമൊന്നും കാണിക്കാത്തതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാനൊന്നും നിന്നില്ല കേട്ടോ. മൂഡ് കളയണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് തുടങ്ങി. ചെയറിലിരിക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പോപ്കോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഒന്ന് സെറ്റാക്കി ഇരുത്തി. പിന്നെ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറാൻ ടൈമായിട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ഓട്ടത്തിലായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കാനും പിന്നെ പാക്കിങ് അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഇന്ന് വെറുതെ ഒന്ന് ഇരുന്നിട്ട് പോലും ഇല്ല കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടാണ് കുറച്ച് നേരം ഇരുന്നെന്ന് പറയാൻ പറ്റിയത്. നമ്മളിതാ ഇങ്ങനെ പോകുമ്പോഴേ നമ്മുടെ അമ്മമാർക്കാട്ടോ കുറച്ചുകൂടി പണി കൂടുതൽ. അവരിന്ന് ഇരുന്നിട്ടേ ഇല്ല. അമ്മയും മമ്മിയൊക്കെ രാവിലെ തുടങ്ങിയതാണ്. ഞങ്ങൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ അവരൊന്ന് ഫ്രീ ആയത്. അച്ചാറിടൽ അതൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് അവർ ബിസിയാണ്. പിന്നെ അല്ലാത്ത ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യൽ, പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡിയാക്കൽ ഒക്കെ ആയിട്ട് ഇന്ന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അമ്മമാരുള്ളപ്പോഴാലേ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞ് അവരെ കൊണ്ട് ഉണ്ടാക്കിച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. കഴിഞ്ഞ തവണ അങ്ങോട്ട് പോന്നപ്പോഴാണെങ്കിലും മോനൊരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് ടോയ്സും അവന് ഇഷ്ടമുള്ള കുറച്ച് ചോക്ലേറ്റും ഒക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ഇഷ്ടം ആൾക്ക് കിൻഡർ ജോയ് ആട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി കരുതിയിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങാനും കരയെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നിയാൽ കൊടുക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇവരെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ, എന്തൊരു ക്യൂട്ടാണ്. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. ഇനി നമ്മൾ സീറ്റ് നമ്പർ കണ്ടുപിടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ തവണയാട്ടോ വാവ പാസഞ്ചറായിട്ട് യാത്ര ചെയ്യാൻ പോകുന്നത്. ശരിക്കും അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ചിന്തിച്ചു 2 വയസ്സായ ഉണ്ണിയോൾ ആരും ആ സീറ്റിലൊന്നും ഇരിക്കാൻ പോകുന്നില്ല കേട്ടോ. നമ്മളെ കൊണ്ട് വെറുതെ ഇത്രയും പൈസ മുടക്കി ടിക്കറ്റ് എടുപ്പിക്കുന്നതാണ്. ശരിക്കും കുറച്ചും കൂടി ബേബീസ് ഏജ്ഡ് ഒക്കെ ആയിട്ട് ഫുൾ ടിക്കറ്റ് ആക്കിയാൽ പോരെയെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ. അതിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം കയറിയ ഒരു ഇൻട്രസ്റ്റിൽ ആൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നവരെ കേട്ടോ അവൻ്റെ ടോയ്സൊക്കെ വെച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവാനായിട്ട് ടൈം ആയപ്പോൾ അവർ വന്ന് സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ കുറച്ച് കരച്ചിലൊക്കെ ആയിട്ടോ. ബെൽറ്റൊക്കെ ഇട്ടിരിക്കാൻ പറയുന്നത് നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗം കൂടി ആയതുകൊണ്ട് അവർ വന്ന് കുറേ തവണ പറഞ്ഞു കേട്ടോ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. പക്ഷേ അവൻ കൂട്ടാക്കുന്നില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ ഇച്ചെടുത്ത് അവനെ മടിയിൽ വെച്ചു. വേറെ ഒരു നിവൃത്തി ഉണ്ടായില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഫുള്ള് കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. ഞാൻ അതുകൊണ്ടാട്ടോ പറഞ്ഞത് അവർ ആ സീറ്റിലൊന്നും ഇരിക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ ഇത്രയും എമൗണ്ടൊക്കെ മുടക്കി വെറുതെ എന്തിനാണല്ലേ നമ്മളെ കൊണ്ട് ആ ടിക്കറ്റൊക്കെ എടുപ്പിക്കുന്നത്. 2 വയസ്സാവുന്നതിന് മുന്നേ വരെ ബേബീസ് യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ മടിയിൽ ഇരുത്തിയിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് അവർ സീറ്റ് ബെൽറ്റ് ഇടിക്കാറ്. അപ്പോൾ കുറച്ചും കൂടി ഏജ് ആവുന്നവരെ അവർ ഒറ്റയ്ക്ക് ഇരിക്കാനൊന്ന് തുടങ്ങുന്നവരെ അങ്ങനെ തന്നെ പോയിക്കൂടെയെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് മൂവിങ് ആയിട്ടുണ്ട്. എല്ലാവരോടും യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇപ്പം തന്നെ ഞങ്ങൾ തിരിച്ചു വരും കേട്ടോ. അധികം ദിവസങ്ങളൊന്നും എടുക്കില്ല. പെട്ടെന്ന് ദിവസങ്ങളൊക്കെ കടന്നു പോയില്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? എത്ര പെട്ടെന്നാലേ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. പിന്നെ ഇച്ചയുടെ കൂടെ പോകുന്നതിൻ്റെ നല്ല സന്തോഷമുണ്ട്, ചെറിയൊരു സങ്കടമുണ്ട് കേട്ടോ. താഴേക്ക് നോക്കുമ്പോഴേ എന്ത് ഭംഗിയല്ലേ നമ്മുടെ നാട് കാണാനായിട്ട്. ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? കുറച്ച് നേരം ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. പോരുന്നതിൻ്റെ ഭാഗമായിട്ടേ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ഓട്ടത്തിലായതുകൊണ്ട് ഇപ്പോഴാണൊന്ന് റെസ്റ്റ് എടുത്തതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. മര്യാദക്ക് ഉറങ്ങാനൊന്നും പറ്റൂല്ലല്ലോ.
എന്തായാലും നമുക്കൊരു 10 മിനിറ്റ് കണ്ണടച്ച് കിടന്ന് നോക്കാം. ഉറങ്ങാൻ പറ്റിയാൽ നല്ലതല്ലേ. അപ്പോൾ വാവയ്ക്ക് ദാ ഉറക്കമൊക്കെ വന്നു തുടങ്ങി. അവൻ പയ്യെ ഉറങ്ങി ട്ടോ. അപ്പോഴേക്കും ദാ നമുക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. കുറച്ച് കട്ട് ഫ്രൂട്ട്സ് പിന്നെന്താ ഉപ്പുമാവും സാമ്പാറും ആയിരുന്നു ട്ടോ. എനിക്ക് നോർമലി ഫ്ലൈറ്റിലെ ഫുഡൊന്നും ഇഷ്ടമില്ല ട്ടോ. ഇതുവരെ കഴിച്ചിട്ടുള്ളതിലൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നല്ലതായിരുന്നു. ഞാൻ ഉപ്പുമാവും സാമ്പാറെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് മുഖം ചുളിഞ്ഞെങ്കിലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടമായി ട്ടോ. നല്ലതായിട്ട് തോന്നി. പിന്നെ ഞങ്ങളിതാ അതൊക്കെ കഴിച്ചു. വീട്ടിൽ നല്ല ഫുഡൊക്കെ വെച്ചിട്ടേ കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാ ചെറിയ രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഒന്ന് മയങ്ങി കേട്ടോ. എനിക്ക് ഇതിലിരുന്ന് ഉറങ്ങാൻ അത്ര കംഫർട്ടബിൾ അല്ല കേട്ടോ. ഒട്ടും ഉറക്കം വരില്ല. എനിക്ക് ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ലാൻഡ് ചെയ്താൽ മതി എന്നും പറഞ്ഞ് വെയിറ്റിംഗ് ആയിരുന്നു. ഒരുവിധം സമയമൊക്കെ കഴിച്ചു കൂട്ടിയിട്ടോ. ഇച്ചിയും മോനും കുറച്ച് നേരം ഒന്ന് മയങ്ങിയിട്ടുണ്ട്. അവൻ നന്നായിട്ട് ഉറങ്ങിയിട്ടോ. ലാൻഡിങ്ങിൻ്റെ ടൈം ആയപ്പോഴാണ് ആൾ എണീറ്റത്. എണീറ്റു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സ്റ്റാഫ് വന്നിട്ട് സീറ്റിലിരുത്താനും സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ പറഞ്ഞു. അവരിട്ട് കൊടുക്കുകയും കൂടി ചെയ്തു. പക്ഷെ അവനുണ്ടോ കേൾക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് കൂടി എണീറ്റതായതുകൊണ്ട് ആൾ കുറച്ച് വാശിയായിരുന്നു. അപ്പോൾ പിന്നെ ഇച്ചി മടിയിൽ തന്നെ ഇരുത്തിയിട്ടോ. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതാ അങ്ങനെ നമ്മളിതാ ലാൻഡ് ചെയ്യാണ്. سيداتي وسادتي لقد هبطنا بسلامة الله. അങ്ങനെ ദാ ഞങ്ങൾ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. യാത്രയിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മോനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആൾ എണീറ്റു. പിന്നെ പാതി മയക്കത്തിലൊന്ന് കിടക്കുക കേട്ടോ. അപ്പോൾ കയ്യിൽ ലഗേജും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ഇച്ചി മോനെ എടുത്ത് നടന്നു കേട്ടോ. ഇനി നമുക്ക് ലഗേജൊക്കെ കളക്ട് ചെയ്യണം നേരെ റൂമിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ടയേർഡായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉറങ്ങാനും പറ്റിയിട്ടില്ല. എനിക്ക് അതിലിരുന്ന് ഉറങ്ങാനൊന്നും അത്ര കംഫർട്ടബിൾ അല്ല കേട്ടോ. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഫ്ലൈറ്റിൽ അങ്ങനെ വേറെ ബേബീസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനങ്ങനെ കണ്ടില്ല. പിന്നെ ഇതിൽ വന്നേക്കുന്ന എല്ലാവരും ലീവൊക്കെ കഴിഞ്ഞ് അതാ തിരിച്ചു പോരുന്നവരായിരിക്കും അല്ലേ. എന്തോ ഒരു വിഷമം ഉണ്ടാവില്ലേ. ഞാൻ വെറുതെ അങ്ങനെ ഓർത്തു കേട്ടോ. കുറേ പേര് വിളിക്കുന്നുണ്ടായിരുന്നു. ലാൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇച്ചിരി കാര്യം ഓർത്തു. ആളിങ്ങനെ വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ബസ്സിന് കയറി നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി ലഗേജൊക്കെ കളക്ട് ചെയ്യണം നമുക്ക്. ഇതാട്ടോ നമ്മൾ വന്ന ഫ്ലൈറ്റ്. പിന്നെ ദാ എല്ലാവരും ഇറങ്ങി വരുന്നേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇറങ്ങിയിട്ട് നല്ല കാറ്റൊക്കെ ആയിരുന്നു. ഇത്രയും തണുപ്പുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ എന്നാൽ പിന്നെ ജാക്കറ്റൊക്കെ കൊണ്ടുവന്നേനെ കേട്ടോ. ഞാൻ ഇറങ്ങാൻ നേരത്ത് കൂടി ഇച്ചിരി ചോദിച്ചതാട്ടോ ജാക്കറ്റ് എടുക്കണമെന്ന്. അപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ലടി, ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോരുന്നതിന് മുന്നേയിട്ട് ഇതാ അലമാരിൽ ഹാങ്കറിലിട്ടിട്ടാണ് പോകുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പട്ടോ. തണുപ്പെന്ന് പറഞ്ഞപ്പോൾ അത്രയും തണുപ്പായിരുന്നു. റൂമിൽ വന്നിട്ടാണെങ്കിലും നമുക്കങ്ങനെ സിയോ ഫാനോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത പോലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് തണുപ്പ് പൊതുവെ ഇഷ്ടമാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിലെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ദാ ഞങ്ങൾ ലഗേജ് കളക്ട് ചെയ്യാൻ വന്നു കേട്ടോ. നമുക്ക് മിക്ക ബാഗേജും വേഗം വേഗം കിട്ടി കേട്ടോ. ഒരു ബാഗ് മാത്രം കുറച്ചധികം ലേറ്റായി. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. അത് കൂടുതലും നമ്മൾ കയ്യിൽ വെക്കുന്ന ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ, അതുകൂടി ഈ ലഗേജിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടാനാട്ടോ കുറച്ച് ബുദ്ധിമുട്ടായത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ചേനോട് പറഞ്ഞു അവിടെ നോക്കി നിൽക്കണ്ട, കുറച്ച് നേരം നീ അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കതൊക്കെ കിട്ടി. ഇതാ പുറത്തിറങ്ങി. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു ടാക്സി എടുത്തിട്ട് നേരെ നമ്മളുടെ റൂമിലേക്കാട്ടോ പോകുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതിന് ഒരു 2 ഡേയ്സ് മുന്നേ ഇച്ചിരി നടു ഒന്ന് മിന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലഗേജൊക്കെ എടുത്ത് പൊക്കിയപ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം നല്ല പെയിനായിട്ട് നമ്മൾ പോയി മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഒന്ന് ശ്രദ്ധിച്ചോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെഡിസിൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ മെഡിസിനൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കുന്നു.
പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പം ഞാൻ പറയായിരുന്നു കേട്ടോ, ഞാൻ കൊണ്ടുവന്നേനെ 1 മാസത്തേക്കാണെങ്കിലും എനിക്ക് തണുപ്പൊക്കെ ഇഷ്ടമാണെങ്കിലും നമുക്ക് ഇതൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ഇടണ്ടേ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും തണുപ്പ് കൂടുതലാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഇടാൻ നമുക്ക് ഒരെണ്ണം ഇവിടുന്ന് എവിടെന്നെങ്കിലും വാങ്ങിക്കാം. ഇനി നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങണം കേട്ടോ. എനിക്കത് മാത്രമായിരുന്നു ചിന്ത. പിന്നെ മോൻ ഇപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയൊക്കെ എണീറ്റുകൊണ്ട് ഇനി അവൻ എപ്പോൾ ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവൻ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഉറങ്ങാനൊന്നും പറ്റില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറുണ്ട് കേട്ടോ നമ്മുടെ റൂമിലേക്ക്. അങ്ങനെ നമ്മൾ എത്തി ട്ടോ. ഞാൻ കരുതിയത് വാവ മറന്നു പോയിട്ടുണ്ടാവുമെന്നാണ്. പക്ഷേ ലിഫ്റ്റ് ഇറങ്ങി അവനാട്ടോ കറക്റ്റ് റൂമിലേക്ക് നടന്നത്. പിന്നെ ഇനി ഇവിടെ നിന്നുള്ള വീഡിയോസായിരിക്കും കുറച്ച് ദിവസത്തേക്ക് ഇനി നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ.